ഹായ് എവ്രി വൺ. അടുത്ത CA ഫൈനൽ FR പേപ്പറിലെ അമെൻമെൻ്റ് ആണ് ഇൻഡേസ് 12 പില്ലർ ടു ടാക്സസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു അമെൻമെൻറ്റ്. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാട്ട് ഈസ് പില്ലർ ടു ടാക്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതായത് ചിലർ കേട്ടിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കാം, ചിലർക്ക് ഒരു ന്യൂ ടേം ആയിരിക്കാം പില്ലർ ടു ടാക്സസ് എന്ന് പറയുന്ന ടേം. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വലിയ മൾട്ടിനാഷണൽ കമ്പനിയില്ലേ, നമ്മളുടെ ഗൂഗിൾ ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ അവർക്ക് വേൾഡ് വൈഡ് ഓപ്പറേഷൻസ് ഉള്ള മൾട്ടിനാഷണൽ കമ്പനീസാണ്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ പല രാജ്യങ്ങൾ, ഇന്ത്യയിലെ ടാക്സ് റേറ്റ് നോക്കിയാൽ 25%, 30% ടാക്സ് റേറ്റ് ഉണ്ട്. വെറാസ് ഇൻ സം കൺട്രീസ് ദർ ഇസ് നോ ടാക്സ് അറ്റ് ഓൾ ഓർ 5% ടാക്സേ ഉള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ടാക്സിൻ്റെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടി ഇവരുടെ പ്രോഫിറ്റ്സ് മുഴുവൻ ഇതിൽ ഏതാണോ ടാക്സ് ഹാവൻ ആയിട്ടുള്ള കൺട്രീസ്, അങ്ങനത്തെ കൺട്രീസിലേക്കൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഓർഗനൈസേഷൻസ് തുടങ്ങി അതിലേക്ക് എമൗണ്ട് മാറ്റുന്ന രീതിയിൽ, പ്രോഫിറ്റിൻ്റെ എമൗണ്ട് പൂൾ ചെയ്യുന്ന രീതിയിൽ ദിൽ ഡു ദി ട്രാൻസ്ഫർ പ്രൈസിങ് ആൻഡ് ഓൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല രാജ്യങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട ടാക്സ് കിട്ടാതെ വരും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ G20 കൺട്രീസ് അവരുടെ OECD ഒരു G20 ബേസ് ഇറോഷൻ പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് ഫ്രെയിം വർക്കിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് പില്ലർ ടു ടാക്സസ്. അപ്പോൾ ഇവിടെ ചെറിയ കമ്പനീസിനൊന്നും അല്ല ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. കൺസോളിഡേറ്റഡ് റവന്യൂ 750 മില്യൺ യൂറോയിൽ കൂടുതലുള്ള കൺട്രീസ് ഉള്ള കമ്പനീസ്, അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസ്, അവർക്കാണ് ഈ പറയുന്ന പില്ലർ ടു ടാക്സസ് ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ അവരോട് പറയുന്നതാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്തെ ഇഫക്റ്റീവ് ടാക്സ് റേറ്റ്, ഇഫ് ദി ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് ഇസ് ലെസ് ദാൻ 15%, നിങ്ങൾ എന്ത് ചെയ്യണം? ബെയർ മിനിമം ഒരു 15% എങ്കിലും ടാക്സ് പ്രോഫിറ്റിൻ്റെ പേ ചെയ്യണം. അതിനുവേണ്ടി യു നീഡ് ടു പേ ഒരു സ്പെസിഫിക് ജൂറിസ്ഡിക്ഷൻ, യു നീഡ് ടു പേ സംതിങ് നോൺ ആസ് ടോപ്പ് അപ്പ് ടാക്സ്. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ജൂറിസ്ഡിക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പ് അപ്പ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ഒരു എമൗണ്ട് പേ ചെയ്യണം. അങ്ങനെ എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസും, എല്ലാ ലാർജ് മൾട്ടിനാഷണൽ കമ്പനീസും എന്താണ് ബെയർ മിനിമം പ്രോഫിറ്റിൻ്റെ ഒരു 15% അവർ വർക്ക് ചെയ്യുന്ന കൺട്രീസിൽ ആസ് എ ഹോൾ അവർ പേ ചെയ്തിരിക്കണം. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെക്കാനിസമാണ് ഈ പില്ലർ ടു ടാക്സസ്. ഓക്കെ, അപ്പോൾ ഈ പില്ലർ ടു ടാക്സസ് വരുമ്പോൾ എന്താണ്? സോ നമ്മൾ നോർമൽ രീതിയിൽ നമ്മുടെ ടാക്സേഷൻ ലോ അനുസരിച്ച് ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എക്സ്ട്രാ നമുക്ക് എന്തും കൂടി വരാം, ഈ ടോപ്പ് അപ്പ് ടാക്സ് പില്ലർ ടു ടാക്സസിൻ്റെ വരാം. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നമുക്കൊരു ഒബ്ലിഗേഷൻ വരുന്നതാണ്. അതിന് ഡെഫേർഡ് ടാക്സ് വേണോ വേണ്ടയോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരാവുന്ന സംഭവമാണ്. അതിലുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് നമ്മൾ ഈ പറയുന്ന പില്ലർ ടു ടാക്സ് റിലേറ്റഡ് അമെൻമെൻറ്റിൽ കാണുക. അപ്പോൾ ഇവിടെ ഒരു മാൻഡേറ്ററി എക്സെപ്ഷൻ സ്റ്റാൻഡേർഡ് തരുവാണ്. നമ്മൾ ചില കാര്യത്തിൽ ഡെഫേർഡ് ടാക്സ് റെക്കഗ്നൈസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചില ഗൈഡൻസ് കണ്ടിട്ടില്ലേ? ഇനീഷ്യൽ റെക്കഗ്നിഷൻ ഓഫ് ഗുഡ് വിൽ, അതുപോലെ തന്നെ ഏതാണ് ഇനീഷ്യൽ റെക്കഗ്നിഷൻ ഓഫ് അസറ്റ് ഓർ ലയബിലിറ്റി, ഏതാണ് വെയർ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് യുവർ ടാക്സിബിൾ പ്രോഫിറ്റ് ഓർ അക്കൗണ്ടിങ് ഇൻകം, ഏതാണ് അറ്റ് ദ ടൈം ഓഫ് ദാറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് ദ ബിസിനസ് കോമ്പിനേഷൻ്റെ പാർട്ട്, അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് വേണ്ട, അങ്ങനെയുള്ള ചില സംഭവങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആ കൂട്ടത്തിൽ ആ ലിസ്റ്റിൽ ഒരെണ്ണം കൂടി എക്സ്ട്രാ പറയുവാണ്, ദാറ്റ് ഇസ് പില്ലർ ടു ടാക്സസ്. പില്ലർ ടു ടാക്സസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ട് എങ്കിൽ ആ സംഭവത്തിൽ ഡെഫേർഡ് ടാക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട. ഓക്കെ, എൻറ്റിറ്റി ഡെഫേർഡ് ടാക്സ് അസറ്റോ ലയബിലിറ്റിയോ പില്ലർ ടു ടാക്സസ് റിലേറ്റഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയോ ഡിസ്ക്ലോസ് ചെയ്യുകയോ ചെയ്യേണ്ട. എന്താണ്? ബിക്കോസ് അത് വെച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ഡെഫേർഡ് ടാക്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി കോംപ്ലക്സ് ആൻഡ് വോളറ്റൈൽ. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയറേഴ്സിന് ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ മാൻഡേറ്ററി എക്സെപ്ഷൻ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടെമ്പററി എക്സെപ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, ഇതൊരു മാൻഡേറ്ററി ടെമ്പററി എക്സെപ്ഷൻ ആണ്. അപ്പോൾ ഈ എക്സെപ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് സ്പെസിഫിക്കലി നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ആൻഡ് കറണ്ട് ടാക്സ് ആയിട്ട് നമ്മൾ എന്താണോ ഇട്ടേക്കുന്നത് അതിനകത്ത് പില്ലർ ടു ടാക്സ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി പില്ലർ ടുവിൻ്റെ ഇമ്പാക്റ്റ് ഏതാണ് ഇഫക്റ്റീവ് ആയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോൺ ഓർ റീസണബിളി എസ്റ്റിമേറ്റബിൾ ആണെങ്കിൽ അതിൻ്റെ എക്സ്പോഷർ എത്ര വരാം എന്നുള്ളത് 15% താഴെയാണ് ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് എങ്കിൽ നമ്മളുടെ ഈ പറയുന്ന പില്ലർ ടു ടാക്സ് ആയിട്ട് ഇത്ര ടാക്സ് വരാമെന്നുള്ള ഡിസ്ക്ലോഷർ, ഫ്യൂച്ചർ എക്സ്പോഷർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. ഇതാണ് പില്ലർ ടു ടാക്സസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ സംഭവം ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ എടുത്താൽ, ലെറ്റ് അസ് സേ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഓക്കെ, ഇറ്റ് ഹാസ് എ സബ്സിഡറി ഇൻ എ ലോ ടാക്സ് ജൂറിസ്ഡിക്ഷൻ വേർ ദി ടാക്സ് റേറ്റ് ഇസ് 10%. അപ്പോൾ ടാക്സ് റേറ്റ് 10% ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റിൻ്റെ 5% ടോപ്പ് അപ്പ് ടാക്സ് ആയിട്ട് ചിലപ്പോൾ ഇന്ത്യയിൽ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഒബ്ലിഗേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആ 5% ഓഫ് ഇതാണ് റവന്യൂവിൽ അല്ലെങ്കിൽ ഇൻകത്തിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Okay, that entity will not recognize any DTL
ഇറ്റ് വിൽ സിംപ്ലി ഡിസ്ക്ലോസ് ദാറ്റ് ദേ ആർ അപ്ലൈയിങ് ഇൻ ഡേസ് 12 എക്സെപ്ഷൻ. സോ ആ രീതിയിൽ ദേ ഹാഡ് ഗിവൺ എ മാൻഡേറ്ററി ടെമ്പററി എക്സെപ്ഷൻ. ഇനി ഇതിൻ്റെ ഡിസ്ക്ലോഷേഴ്സ് കാര്യങ്ങൾ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലെറ്റസ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 25-26 കൺട്രി എക്സിൽ പില്ലർ ടു ടാക്സ് ലോസ് 2027 മുതൽ ഓപ്പറേഷനിലാകും എന്ന് വിചാരിക്കുക. അപ്പം ഏതാണ് ഈ പറയുന്ന ഒരു കമ്പനി 12% ആണ് ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് ഉള്ളതെങ്കിൽ 2025-26 ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം നമുക്ക് 12% ആണ് ഇഫക്റ്റീവ് ടാക്സ് റേറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, പില്ലർ ടു ടാക്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് ടോപ്പ് അപ്പ് ടാക്സ് ഒരു 3% വെച്ച് പേ ചെയ്യേണ്ടി വരാം എന്നുള്ള ഡിസ്ക്ലോഷർ വി മസ്റ്റ് ആഡ്. ഓക്കെ, അപ്പോൾ അതായത് സിമ്പിളായിട്ട് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കിയാൽ എന്താണ്, നമ്മളുടെ പില്ലർ ടു ടാക്സ് റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി റെക്കഗ്നേഷൻ ഇസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഇപ്പോൾ എന്താണോ പേയബിൾ ആയിട്ടുള്ളത് അത് മാത്രം P&Lലേക്ക് നമ്മളുടെ കറണ്ട് ടാക്സ് എക്സ്പെൻസ് ആയിട്ട് കൊണ്ടുപോവുക. പില്ലർ ടു റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ, അതിൻ്റെ എക്സ്പോഷർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പില്ലർ ടുവിൻ്റെ ഈ എക്സെപ്ഷൻ എടുത്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് എക്സ്പോഷറിൻ്റെ ഒരു ഡിസ്ക്ലോഷറും അത് എനാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. ഇനി ഈ പറയുന്ന സംഭവത്തിൻ്റെ ആപ്ലിക്കബിലിറ്റി ആർക്കില്ല, ചെറിയ കമ്പനീസിനൊന്നുമില്ല. കൺസോളിഡേറ്റഡ് റവന്യൂ 750 മില്യൺ യൂറോയിൽ കൂടുതലുള്ള ഓർഗനൈസേഷൻസിന് മാത്രമേ പില്ലർ ടു ആക്ച്വലി വരികയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻഡേസ് 12 റിലേറ്റഡ് ആയിട്ടുള്ള പില്ലർ ടു ടാക്സസ് റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്കുള്ള ഒരു അമെൻമെൻറ്റ്. ഇനി ഇൻഡേസ് 21 അമെൻമെൻ്റ് ആണ് അടുത്ത വീഡിയോയിലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.